ഫിയർ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് എത്തുമ്പോൾ അവിടെ കുറേ റെസ്റ്റോറൻറ്റുകളുള്ള ഒരു തെരുവിലൂടെ പോകുമ്പോൾ അലക്സാൻഡ്രോസ് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, പ്രോബ്ലം? ആ പ്രോബ്ലം എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. വീണ്ടും അദ്ദേഹം റെസ്റ്റോറൻറ്റുകളുടെ നേരെ നോക്കിയിട്ട് തിരിച്ച് എൻ്റെ നേരെ തിരിഞ്ഞ് ചോദിച്ചു, പ്രോബ്ലം? ആ പ്രോബ്ലത്തിൻ്റെ അർത്ഥം വിശക്കുന്നുണ്ടോ എന്നാണ്. അലക്സാൻഡ്രോസിന് അറിയുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് പ്രോബ്ലമാണ്. എനിക്കപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നില്ല, കുറച്ചുകൂടെ അങ്ങ് പോട്ടേന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം. അങ്ങനെ ഞങ്ങൾ പ്രോബ്ലവും നോ പ്രോബ്ലവുമായിട്ട് കുറേ ദൂരമായി കുറേ സമയമായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽബേനിയയുടെ ഉൾനാടുകളിലൂടെയുള്ള യാത്ര രസകരമാണ്. പല പല ഗ്രാമങ്ങൾ കടന്നാണ് പോകുന്നത്. ധാരാളം കൃഷിയിടങ്ങളിപ്പോൾ കാണാം. ഒരു കാലത്ത് ഇന്ന് കാണുന്ന പോലത്തെ കൃഷിയിടങ്ങളായിരുന്നില്ല. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള നീണ്ടു പരന്ന അതിർത്തികളില്ലാതെ കിടന്ന കൃഷിയിടങ്ങളായിരുന്നു. ഈ ഭൂമിയുടെ പണ്ടത്തെ ഉടമസ്ഥരും പട്ടണങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളുമൊക്കെ ഈ കൃഷിയിടങ്ങളിലേക്ക് കർഷകരായി അയക്കപ്പെട്ടു. അവരവിടെ പണിയെടുക്കണം. അവർക്ക് സർക്കാർ ചെറിയ ശമ്പളം കൊടുക്കും. അവിടെ വിളവെടുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ മേൽ അവർക്ക് ആർക്കും അവകാശമില്ല. അവർ പണിയെടുക്കുക, സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുക. അങ്ങനെയായിരുന്നു ഇന്നീ കാണുന്ന കൃഷിയിടങ്ങളൊക്കെ. പിന്നീട് കമ്മ്യൂണിസം തീർന്നതോടുകൂടി വീണ്ടും ഈ ഭൂമി ആളുകൾക്ക് തിരിച്ചു നൽകി. പിന്നീട് വന്ന സർക്കാർ തിരിച്ചു നൽകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇതെങ്ങനെ തിരിച്ചു കൊടുക്കും? എന്ത് മാനദണ്ഡത്തിൽ കൊടുക്കും? ഒടുവിൽ അവരൊരു മാനദണ്ഡം കണ്ടുപിടിച്ചു. വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് സ്ഥലം കൊടുക്കുക. ഏതാണ്ട് 10 കൊല്ലം വേണ്ടി വന്നു ഈ സർക്കാർ കണ്ടുപിടിച്ചെടുത്ത ഭൂമി തിരിച്ച് കർഷകർക്ക് അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് തിരികെ ഏൽപ്പിക്കാൻ. ദീർഘദൂരം കൃഷിയിടങ്ങളിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് പിന്നെ നമ്മൾ മറ്റൊരു ചെറിയ പട്ടണത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തും. ഫിയർ എന്ന് പറയുന്ന ഒരു പട്ടണം കഴിഞ്ഞ് പിന്നെ കുറേ ദൂരം കൂടി നമ്മൾ ലെവാൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ പട്ടണത്തിലേക്ക് എത്തുന്നു. അവിടെ കഴിഞ്ഞ് വീണ്ടും കൃഷിയിടങ്ങളായി. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ അൽബേനിയയുടെ ഏതാണ്ടൊരു 10-60-70 കൊല്ലം മുമ്പത്തെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അൻവർ ഹോജ എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം അധികാരത്തിലെത്തുന്നത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉടനെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഏകദേശം 40 വർഷം 1984 വരെ അദ്ദേഹം ഭരിച്ചു ഈ രാജ്യത്തെ. അങ്ങനെ ഭരിക്കുന്ന സമയത്ത് ശരിക്കും ഈ അൽബേനിയ അറിയപ്പെട്ടിരുന്നത് യൂറോപ്പിലെ ഉത്തര കൊറിയ എന്നായിരുന്നു. യൂറോപ്പിലെ ഉത്തര കൊറിയ എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ സെൻറ്റൻസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു അന്നത്തെ അൽബേനിയ എന്ന്. പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രാജ്യം. ആദ്യം ഇവർക്ക് തൊട്ടടുത്തുള്ള യുഗോസ്ലാവിയയായിട്ട് ബന്ധമുണ്ടായിരുന്നു. 1948 ആയപ്പോഴേക്കും യുഗോസ്ലാവിയയായിട്ട് ബന്ധമില്ലാതായി. അവരെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു. യുഗോസ്ലാവിയ നമുക്കറിയാം അതൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. പക്ഷേ തൊട്ടടുത്തുള്ള യുഗോസ്ലാവിയയെ വിശ്വാസം ഇല്ലാതായി ഈ അൻവർ ഹോജയെ. അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. അപ്പോഴും സോവിയറ്റ് യൂണിയനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. 1961 ആയപ്പം സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധവും നിർത്തി. അപ്പോഴും അവർക്ക് ചൈനയായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. 1978 ആയപ്പോൾ ചൈനയായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. ഇതിനൊക്കെ അൻവർ ഹോജ പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ഇവരൊക്കെ ചതിയന്മാരാണ്. ഇവർ നമ്മുടെ രാഷ്ട്രത്തെ ഒറ്റുകൊടുക്കാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രത്തെ ചതിക്കാനും തകർക്കാനും ഇവർ കാത്തിരിക്കുകയാണ്. അങ്ങനെ യുഗോസ്ലാവിയ എന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം, സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം, ചൈന എന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം, ഇവരൊക്കെ അൻവർ ഹോജയുടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ അൽബേനിയയുടെ ശത്രുക്കളായി മാറി. യൂറോപ്പിനോട് പണ്ടേ ശത്രുവാണ്. പാശ്ചാത്യ രാജ്യങ്ങളോടും മുതലാളിത്ത രാഷ്ട്രങ്ങളോടും എല്ലാം വലിയ ശത്രുതയിലാണ്. അപ്പോൾ ഈ രാജ്യത്തിന് പുറത്താരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയിലായി. ഈ രാജ്യത്ത് നിന്ന് ഏതെങ്കിലും ഒരാൾ മറ്റൊരു വിദേശ രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത് നിരോധിച്ചു. ഒരു മനുഷ്യനും ഈ രാജ്യം വിട്ട് പോകണ്ട എന്നുള്ള തീരുമാനമായി. ആരും ഇങ്ങോട്ട് വരികയും വേണ്ടെന്നുള്ള തീരുമാനമായി. ഇങ്ങോട്ട് വരുന്നവരെല്ലാം അന്യരാജ്യങ്ങളിലെ ചാരന്മാരാണെന്നും നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വരുന്നവരാണെന്നും ഇങ്ങനെ പ്രൊപ്പഗാൻഡകൾ നടത്തി. എന്നുമാത്രമല്ല, ഇദ്ദേഹം സർക്കാർ മീഡിയയിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു, അയൽ രാജ്യങ്ങൾ, ലോകം നമ്മളെ ഇത് ആക്രമിക്കാൻ വരുന്നു, താമസിയാതെ നമ്മുടെ അൽബേനിയയെ തകർക്കും, അവരാക്രമിക്കും. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി ബങ്കറുകൾ പണിയണം, ഷെൽട്ടറുകൾ പണിയണം. ഈ മനുഷ്യൻ ആ കാലഘട്ടത്തിൽ 1,70,000 കോൺക്രീറ്റ് ബങ്കറുകൾ ഈ രാജ്യത്തെമ്പാടും പണിതു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അവിശ്വസനീയമായ കാര്യമല്ലേ? ഇയാൾക്ക് എന്തോ ഒരു മാനസിക പ്രശ്നം പോലെയായിരുന്നു. 1,70,000 കോൺക്രീറ്റ് ബങ്കറുകൾ, അതായത് ഒരു വിദേശ രാജ്യം ഒരാണവായുധം ഈ രാജ്യത്തിന് മേൽ പ്രയോഗിക്കുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. എന്തിനാണോ, എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ ആക്രമിക്കാമെന്ന് അവർക്ക് ആർക്കും അറിയില്ല. പാവപ്പെട്ട മനുഷ്യർ പട്ടിണിയും പരിവട്ടമായിട്ട് ജീവിക്കുകയാണ് ആ കാലത്ത്. അപ്പോൾ അവർക്ക് റേഷൻ കൊടുക്കേണ്ട പണം
അതെടുത്തിട്ടാണ് ഈ ബങ്കറുകൾ പണിയുന്നത്. 1,70,000 ബങ്കറുകൾ ഈ കൊച്ചു രാജ്യത്ത് പണിതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനുവേണ്ടി മുടക്കിയ പണം. ഖജനാവ് കാലിയായി, പാപ്പരായി. ആ സമയത്തൊക്കെ ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം, ബ്രെഡ്, പാല്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി റേഷൻ കടകളുടെ മുമ്പിൽ നീണ്ട ക്യൂ ആണ്. ഭക്ഷണമില്ല, ആഡംബര വസ്തുക്കളൊന്നുമില്ല. എന്നു മാത്രമല്ല, പാശ്ചാത്യമായ ഒരു സിനിമ കണ്ടാൽ, ടെലിവിഷൻ കണ്ടാൽ, അതുപോലെ തന്നെ പാശ്ചാത്യ സംഗീതം കേട്ടാൽ 12 മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയാണ്. വിദേശ രാജ്യത്തേക്ക് ആരെങ്കിലും പോകാനോ രക്ഷപ്പെടാനോ ശ്രമിച്ചാൽ ജീവിതകാലം മുഴുവൻ തടവ് ശിക്ഷയാണ്. മതം നിരോധിച്ചു. ഒരു മതവും പാടില്ല, മതവിശ്വാസങ്ങൾ പാടില്ല. ക്രിസ്ത്യൻ ചർച്ചുകൾ, പള്ളികൾ തകർത്തു. 100 കണക്കിന്, 1000 കണക്കിന് മോസ്കുകൾ 1000 കണക്കിന് തകർത്ത് മാത്രമല്ല, ആരെങ്കിലും മതചിട്ടകൾ, മതനിഷ്ഠകൾ അനുഷ്ഠിച്ചാൽ അവർക്ക് ജീവപര്യന്തം തടവായിരുന്നു. അതിക്രൂരമായിരുന്നു. കൂടാതെ ഈ രാജ്യത്ത് മുഴുവൻ തലങ്ങും വിലങ്ങും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പണിതു. സിഗുറീമി എന്ന് പറയുന്ന ഒരു രഹസ്യ പോലീസിൻ്റെ ഒരു ശൃംഖലയുണ്ടാക്കി. ഈ സിഗുറീമികൾ എല്ലാ മനുഷ്യരെയും ശത്രുക്കളായിട്ടാണ് കണ്ടേ. എല്ലാവരും ചാരന്മാരായിട്ട് കണ്ടു. ഇവരാണ് യഥാർത്ഥ ചാരന്മാർ. അയൽക്കാരന് തൊട്ടടുത്തുള്ള ആളോട് സംസാരിക്കാൻ പേടി, അവൻ ഇവരുടെ ഒരു ചാരനാണോ എന്ന് സംശയം. നമ്മൾ കംബോഡിയയിലെ പോൾപോട്ടിൻ്റെ ഭ്രാന്തൻ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പോൾപോട്ടിന് ചില ആശയങ്ങൾ ഇവിടുന്ന് കിട്ടിയെന്ന് വരെ നമുക്ക് സംശയം തോന്നുന്ന മട്ടിലായിരുന്നു ഈ അൻവർ ഹോജയുടെ കാലത്തെ ഭരണം. രാഷ്ട്രീയ അഭിപ്രായം പറയുന്നവർ, രാഷ്ട്രീയമായി വിമർശിക്കുന്നവർ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ എല്ലാം രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായി മാറി. അവർക്കെല്ലാം ഒന്നെങ്കിൽ തടവ് ശിക്ഷ, അല്ലെങ്കിൽ വധശിക്ഷ, അതുമല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കുള്ള നാടുകടത്തൽ. പല നഗരങ്ങളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആരംഭിച്ചു. പഴയ പുരാതനമായ കോട്ടകൾ പലതും കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി മാറി. മലമ്പ്രദേശങ്ങളിലെ വിദൂരമായ ഖനികൾ, അപകടകരമായ ഖനികളിലേക്ക് ആളുകളെ ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി മാറ്റി അവിടേക്ക് നാട് കടത്തി. അവിടെ പട്ടിണിയാണ്, പ്രതിഫലമില്ല, രാപകൽ പണിയാണ്. കൊടും ശൈത്യകാലത്ത് പോലും ആവശ്യത്തിന് ചൂട് നൽകുന്ന വസ്ത്രം പോലും ഇല്ലാതെ മരപ്പെട്ടികൾ പോലത്തെ കെട്ടിടങ്ങൾ പണിത് അതിനകത്ത് താമസിപ്പിച്ചു. ആയിരങ്ങൾ അത്തരം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ മരിച്ചു വീണു. നമുക്ക് ഈ ഭൂമിയിൽ ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അത്ഭുതം തോന്നുന്ന മട്ടിലാണ് ഇത്തരം പല രാജ്യങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ചരിത്രം, അവിടുത്തെ കഥകൾ ഓർത്തെടുക്കുമ്പോൾ, കണ്ടെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും സ്വകാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല, സ്വകാര്യ സ്വത്തുണ്ടായിരുന്നില്ല, സ്വന്തമായി വീടുണ്ടായിരുന്നില്ല. സ്വന്തമുണ്ടായിരുന്ന പറമ്പ്, കൃഷിയിടങ്ങൾ എല്ലാം നിരോധിക്കപ്പെട്ടു, എല്ലാം നാടിൻ്റേതായി മാറി. എന്തിനേറെ, സ്വന്തമായി വീട്ടിലൊരു പശുവിനെ വളർത്താൻ പോലും ഇവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവർ താമസിക്കുന്ന വീടിന്, അവർക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന ആ വീടിൻ്റെ മുമ്പിൽ പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ അതിന് പോലും അനുവാദം ഉണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതായിരുന്നു ഒരു കാലത്തെ അൽബേനിയ. 1990 വരെയുള്ള അൽബേനിയ. 1984 ആയപ്പോഴത്തേക്കും അൻവർ ഹോജ മരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാജ്യത്തിൻ്റെ പല ഭാഗത്തും പ്രതിഷേധങ്ങൾ രൂപം കൊണ്ടു തുടങ്ങി, വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു തുടങ്ങി. അങ്ങനെ 90ൻ്റെ തുടക്കം ആയപ്പോഴേക്കും ഈ രാജ്യത്തിൻ്റെ ഭരണമാകെ താറുമാറായി, ഭരണം അട്ടിമറിക്കപ്പെട്ടു, കമ്മ്യൂണിസ്റ്റ് ഭരണം പൂർണ്ണമായിട്ട് ഇല്ലെന്നായി. പിന്നെ പുതിയൊരു കാലഘട്ടം ഈ അൽബേനിയയ്ക്ക് ആരംഭിക്കുകയായിരുന്നു. ഇങ്ങനെ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മലാസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്കെത്തി. മലാസ് ഗ്രാമത്തിൻ്റെ ഒരു മലമുകളിലെ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു അങ്ങാടി പോലെയുള്ളൊരു ഭാഗമുണ്ട്. അവിടെ ഒരു നല്ല റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ തിണ്ണയിൽ കുറച്ച് പേര് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഭക്ഷണമല്ല, ശരിക്കും പറഞ്ഞാൽ ബിയർ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അലക്സാണ്ട്രോസ് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇത്തവണ പ്രോബ്ലം എന്ന് ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിർത്താൻ പറഞ്ഞു. യെസ്. അപ്പോൾ അയാൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തി. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അലക്സാണ്ട്രോസിന് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇറങ്ങുമ്പോൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പും കൂടിയാണെന്ന് പിന്നീട് മനസ്സിലായി. ഈ റെസ്റ്റോറൻറ്റിൻ്റെ തിണ്ണയിൽ കുറച്ച് ആളുകൾ ഗ്രാമീണരാണ്, ആ നാട്ടുകാർ തന്നെയാണ്, കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തിണ്ണയിലിരിക്കുന്നത് അവിടെ മേശയും ബെഞ്ചും ഒക്കെ ഉണ്ട്. അതിലിരുന്ന് ഇവർ ബിയർ കഴിച്ചുകൊണ്ടിരിക്കുക. ഉച്ചനേരമാണല്ലോ, എല്ലാവരും ഓരോ ബിയറൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഞാൻ കയറി ചെല്ലുമ്പം എല്ലാവർക്കും ഒരു കൗതുകമായി. ആ ഗ്രാമത്തിൽ എനിക്ക് തോന്നുന്ന ഒരു ഇന്ത്യക്കാരൻ ആദ്യമായിട്ടായിരിക്കും ചെല്ലുന്നത്. അതിൻ്റെ ഒരു കൗതുകം എല്ലാവർക്കും. എന്നാൽ എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അലക്സാണ്ട്രോസ് പറയുന്നു, എന്നെക്കുറിച്ചൊരു വിവരണമൊക്കെ കൊടുത്തു എല്ലാവർക്കും. ഇന്ത്യയിൽ നിന്നാണെന്നും ടെലിവിഷനാണെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൈയൊക്കെ പൊക്കി കാണിക്കുന്നു, ചിരിക്കുന്നു. ആ റെസ്റ്റോറൻറ്റിലെ ഒരു ജീവനക്കാരനുണ്ട്, അയാൾ വരുന്നു. അപ്പം ഞാൻ ഈ ഗ്രാമീണരുടെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അലക്സാണ്ട്രോസ് പറയുന്നുണ്ട്, നിങ്ങളെ ഇന്ത്യയിലെ TV കാണിക്കും, നന തെരേസയുടെ ഇന്ത്യയിലെ TV യിലാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോഴത്തേക്കും വലിയ എക്സൈറ്റ്മെൻറ്റായി എല്ലാവർക്കും.
അവിടെ 2 പേരുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. റെസ്റ്റോറൻറ്റിലെ ആ പയ്യൻ പറഞ്ഞു, ഇവർ യാത്ര പോകാൻ വേണ്ടി ഈ ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്, ബസ് കാത്തിരിക്കുകയാണ്, അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട് എന്നൊക്കെ ഈ പയ്യൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരുടെ 2 ഷോട്ട് സ്പെഷ്യലായിട്ട് എടുത്തു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ബസ്സുകളാണ്, കുട്ടി ബസ്സുകളാണ് ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത്. ഈ മലമ്പാതയുടെ എല്ലാം പോകും. അത് ദിവസം 2, 3, 4 എണ്ണമൊക്കെ കാണുകയുള്ളായിരിക്കും. ഈ ബസ്സുകളൊക്കെ വരുമ്പോൾ ഈ കടത്തിണ്ണയിലിരുന്ന് കൈപ്പൊക്കി കാണിച്ചാൽ മതി, അവരവിടെ നിർത്തും. അങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ അതുകൊണ്ടാണ് ബിയറൊക്കെ കടിച്ചിങ്ങനെ ഇരിക്കുന്നത്. ഈ ബസ് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല, മിക്കവാറും കുറേ സമയം എടുക്കും ബസ് വരാൻ. അതുകൊണ്ട് ഇവർ ബിയറൊക്കെ മേടിച്ച് ഈ തിണ്ണയിലിങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ബസ് വരുമ്പോൾ കൈപ്പൊക്കി കാണിക്കും, ബസ്സുകാരൻ അവിടെ നിർത്തും. അങ്ങനെയാണ് സിസ്റ്റം. അപ്പോൾ ഞാൻ കടയ്ക്കകത്തേയും കുറച്ച് ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞ് എന്താ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ മേശയിൽ ഞങ്ങൾക്ക് 2 പേർക്ക് ഓരോ ബീർ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അലക്സാണ്ട്രോസ് പറഞ്ഞതാണോ? അല്ല, ഞാനും പറഞ്ഞിട്ടില്ല. കൊണ്ടുവന്ന് വെച്ച ആളോട് ഞാൻ ചോദിച്ചു, ഇതാരാ പറഞ്ഞേ? അപ്പോൾ പറഞ്ഞു, അപ്പുറം കണ്ട ആ ഭാര്യയും ഭർത്താവുണ്ടല്ലോ, അവർ തന്നതാ. അവരുടെ വീഡിയോ എടുത്തതിൻ്റെ സന്തോഷപ്രകടനമാണത്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവം പോലെ ഒരുത്തൻ്റെ വീഡിയോ പോയി എടുത്താൽ മിക്കവാറും തല്ല് കിട്ടുന്ന സ്ഥിതിയിലേക്കൊക്കെ എത്തി. അവിടെ അങ്ങനെയല്ല. ആ നാട്ടുകാരൻ്റെ, ഗ്രാമീണൻ്റെ ഒരു വീഡിയോ എടുത്തതിൻ്റെ പ്രതിഫലമായിട്ട് അവരുടെ സന്തോഷ സൂചകമായിട്ട് ഇതാ ഓരോ ഗ്ലാസ് ബീർ എത്തിയിരിക്കുന്നു. അത് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് അവരെ അവമാനിക്കുന്നതിന് തുല്യം. അവരുടെ സ്നേഹം കളയണ്ട, അതിൽ അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. പിന്നെ എന്താണ്, ഓരോ സാൻഡ്വിച്ച് കൂടെ പറഞ്ഞു. അങ്ങനെ ഇത് ഓർഡർ ചെയ്തിരിക്കുന്നു, സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സമയമുണ്ട്. അപ്പോഴത്തേക്കും ഒരു ബസ് വരുന്ന ശബ്ദം കേൾക്കാം. ആ ബസ് അടുത്തടുത്ത് വരുന്നു, കുട്ടി ബസ്സാണ്. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഇവർ അവിടെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കൈപൊക്കി കാണിക്കുന്നു, ബസ് അവിടെ നിർത്തുന്നു. ബസ് അവിടെ നിർത്തുമ്പോഴും ഇവർ ഈ ബീർ കഴിച്ചു കഴിഞ്ഞിട്ടില്ല, അവർ ബീർ ബാക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ് അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതായത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ തിണ്ണയിലിരുന്ന് ബീർ കുടിച്ചുകൊണ്ടിരിക്കുന്നവർ അര ഗ്ലാസ്സേ ആയുള്ളെങ്കിൽ ബാക്കിയും കൂടെ കുടിച്ച് തീരുവോളം ബസ് കാത്തു നിൽക്കും. ബസ്സിനകത്ത് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, അവരും ക്ഷമയോടെ ഇങ്ങനെ ഇരിക്കുക. അവർക്കും വലിയ തിരക്കൊന്നുമില്ല, ആർക്കും വലിയ തിരക്കില്ലാത്തൊരു നാട്, എല്ലാവർക്കും ധാരാളം ക്ഷമയുള്ളൊരു നാട്. കുടിച്ചു കഴിഞ്ഞു, പിന്നെ എല്ലാവർക്കും യാത്ര പറഞ്ഞു. എൻ്റെ അടുത്തും വന്ന് യാത്ര പറഞ്ഞു, പോട്ടെ എന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വന്നത് യാത്രയൊക്കെ പറഞ്ഞ് പയ്യെ സാവധാനം ബസ്സിൽ ചെന്ന് കയറി ആ ബസ് പോയി. ഇതാണ് മലാസ് ഗ്രാമത്തിലെ കാഴ്ചയൊക്കെ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ തിണ്ണയിലിരുന്നാൽ താഴ്വാരം കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു മലമുകളിലാണ് ഈ ഗ്രാമം. താഴേക്ക് ഈ മലഞ്ചെരിവിൽ കുറേ കൃഷിയിടങ്ങളാണ്, ഒലിവ് തോട്ടങ്ങളുണ്ട്, പലവിധ കൃഷി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒറ്റപ്പെട്ട വീടുകളാണ്, ഒന്നിച്ച് വീടുകളെല്ലാം കൂടി ഉള്ളൊരു ഗ്രാമമല്ല. പലയിടത്തും പല പല വീടുകൾ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല കാലാവസ്ഥ. ഇത്തരം ഗ്രാമങ്ങളിലൊക്കെ 2-3 ദിവസം പോയി നമുക്ക് താമസിക്കാൻ തോന്നുന്ന മട്ടിൽ കൊതിപ്പിക്കും നമ്മളെ. ഏതായാലും ഞങ്ങൾ കുറച്ച് നേരം അവിടെ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി എടുത്തു, യാത്ര തുടരുകയാണ്. നമ്മൾ പിന്നെ മലയിറങ്ങുകയാണ്. മലയിറങ്ങി താഴ്വാരത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ഇടതുവശത്ത് പിന്നെ ഒരു നദിയാണ്, ഒരു വലിയ നദി. ആ നദിയിൽ കൂടുതലും മണലാണ്, വെള്ളത്തേക്കാൾ കൂടുതൽ. വിയോസ എന്ന് പറയുന്ന നദിയാണ്. വിയോസ നദിയുടെ തീരത്തുകൂടിയാണ് പിന്നെ നമ്മൾ ദീർഘദൂരം പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ വിയോസ. അപ്പോൾ ഈ വിയോസ നദി ഒഴുകുന്നത് നമ്മൾ പോകുന്നതിൻ്റെ എതിർദിശയല്ല, പുറകോട്ടാണ്. വിയോസ ഗ്രീസിൽ ഉത്ഭവിക്കുന്ന ഒരു നദിയാണ്. ഗ്രീസിലൂടെ ഒഴുകി അൽബേനിയയിലേക്ക് വന്ന് അൽബേനിയയിലൂടെ ദീർഘദൂരം ഒഴുകി അഡ്രിയാറ്റിക് കടലിൽ ചെന്ന് ചേരും. ശരിക്കും വിയോസ എന്ന് പറയുന്നത് ഈ അൽബേനിയയുടെ അവരുടെ പ്രധാന നദിയാണ്, അവരുടെ ഒരു സാംസ്കാരിക വാഹിനിയാണ്. അവരുടെ മിത്തുകൾ, പലതരം ഐതിഹ്യങ്ങൾ, അവരുടെ പലതരം ജീവിതചര്യകൾ, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു നദിയും കൂടിയാണിത്. അങ്ങനെ ആ നദീതീരത്തൂടെ നമ്മൾ ദീർഘദൂരം ഓടുകയാണ്. ഈ നദീതീരത്തും ധാരാളം ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടാണ് ഓടുന്നത്. അപ്പോൾ ഈ ഗ്രാമം പിന്നിട്ട് ഓടുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഞാൻ ഈ യാത്രയ്ക്ക് മുമ്പ് വായിച്ച ചില അറിവുകളുണ്ട്. ഈ ഗ്രാമങ്ങളിലൊക്കെ പണ്ട് ഒരു നിയമം നടപ്പിലുണ്ടായിരുന്നു. കാനൂൺ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഹിന്ദിയിൽ കാനൂൺ എന്ന് പറഞ്ഞാൽ നിയമം എന്ന് അറിയാമല്ലോ. കാനൂൺ എന്ന പേര് തന്നെയാണ് അവിടെയും ആ നിയമത്തിന്. അതായത് ഒരു ഗ്രാമീണ നിയമമാണ്. 500 കൊല്ലം മുമ്പ് പ്രാബല്യത്തിൽ വന്ന ഒരു നിയമം. ആ നിയമം എന്താണെന്നറിയോ? ഒരാളുടെ വീട്ടിൽ കയറി ആരെങ്കിലും അക്രമം കാണിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആ കുടുംബാംഗമായിരിക്കാം, ആ കുടുംബത്തിലൊരു അതിഥിയായിരിക്കാം, ആരെങ്കിലും ആ കുടുംബത്തിലെ കൊല്ലപ്പെട്ടാൽ കൊന്നയാളുടെ വീട്ടിലെ പുരുഷനെ പകരം കൊല്ലാനുള്ള അനുവാദമുണ്ട് ആ ഗ്രാമീണന്. അങ്ങനെയൊരു നിയമം ഇത് ദീർഘകാലം നടന്നിരുന്നു അൽബേനിയയിൽ. ഈ ഒരു നിയമം മാത്രമല്ല, ഈ കാനൂൺ എന്ന് പറയുന്നതിലെ ഒരു കൊലക്കുറ്റത്തിനുള്ള ശിക്ഷയാണ് ഞാനീ പറഞ്ഞത്. ഇതുപോലെ ഓരോ കുറ്റത്തിനും ഇത്തരത്തിലുള്ള ശിക്ഷകളുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് കാനൂൺ നിരോധിച്ചു. പക്ഷേ ഉൾഗ്രാമങ്ങളിൽ പലതിലും ഇപ്പോഴും ഇത്തരം നിയമങ്ങൾ നടപ്പാകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓടി ഓടി ടെപ്ലേനി എന്ന് പറയുന്ന ആ ചരിത്ര നഗരത്തിലേക്ക് എത്തുകയാണ്. ടെപ്ലേനി ഒരു പ്രമുഖ നഗരമാണ്, ചരിത്രമുള്ളൊരു നഗരം. ഈ ടെപ്ലേനി നഗരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുമ്പേ പറഞ്ഞ വിയോസ നദിയുടെ ഓരത്ത് ഒരു സ്മാരകമുണ്ട്.
ഇത് വേൾഡ് വാർ ടൂവിൻ്റെ സ്മാരകമാണ്. രണ്ടാം ലോകമഹായുദ്ധം പ്രശ്നമുണ്ടാക്കാത്ത, പ്രതിസന്ധി സൃഷ്ടിക്കാത്ത ഒരു രാജ്യവും ഈ യൂറോപ്യൻ പ്രദേശത്തിൽ നിന്ന് ഓർക്കണം. മുസോളിനിയുടെ ഇറ്റലി ഇവിടം പിടിച്ചടക്കിയപ്പോൾ ഈ ടെപ്ലേനി പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പോരാട്ടം നടന്നത്. ഈ ടെപ്ലേനിയിൽ ഒരു കോട്ടയുണ്ടായിരുന്നു, അത് ഇറ്റലി പിടിച്ചടക്കി. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ നടത്തിയ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട ധീരന്മാരായ അൽബേനിയക്കാരുടെ സ്മാരകമാണ് ഈ സ്തംഭം. അവിടെ നിന്ന് ഞാൻ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പകർത്തി, താഴത്തെ നദി പകർത്തി. നമ്മുടെ ഭാരതപ്പുഴ പോലെ നിള പോലെ ഇങ്ങനെ മണൽപ്പരപ്പായിട്ട് കിടക്കുകയാണ് ഈ നദി. രസകരമാണ്. നദിയുടെ മറുവശം മലയാണ്. ആ മലയിൽ പലയിടത്തും പല പല ഗ്രാമങ്ങൾ കാണാം. കൂടാതെ ചില നദികൾ ഇവിടേക്ക് വന്ന് ചേരുന്നത് കാണാം. പല നദികൾ ഈ മലനിരകളിൽ നിന്ന് ഒഴുകി വന്ന് ഈ വ്യാസ നദി ചേരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം, ടെപ്ലേനി നഗരത്തിലേക്ക് കയറാൻ. നഗരത്തിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞു, ടൗണിലേക്ക് പോകാൻ പറഞ്ഞു. നമ്മൾ ചെല്ലുന്നത് ഒരു പുരാതനമായൊരു സ്ക്വയറിലേക്കാണ്. അടുത്ത കാലത്ത് നവീകരിച്ചതാണ്. അവിടെ ടെപ്ലേനിയുടെ കോട്ടയുണ്ട്. ഈ കോട്ടയുടെ മുറ്റത്തേക്ക് നീണ്ടു കിടക്കുന്ന ഒരു പാതയുണ്ട്. ഈ പാത അറിയപ്പെടുന്നത് അലിപാഷ സ്ട്രീറ്റ് എന്നാണ്. അലിപാഷ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒട്ടോമാൻ കാലഘട്ടത്തിലെ ഇവിടുത്തെ ഒരു ഗവർണറായിരുന്നു. ഒട്ടോമാൻ ഭരണം തുർക്കിയിലെ ഇസ്താംബൂളിൽ നിന്നാണല്ലോ ഭരണം നിയന്ത്രിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അവർ പിടിച്ചടക്കിയ, അല്ലെങ്കിൽ ഒട്ടോമാൻ തുർക്കിയുടെ കീഴിൽ വന്ന എല്ലാ നാട്ടിലും അവർ ഓരോ ഗവർണർമാരെ നിയമിക്കും. അത് മിക്കവാറും ആ നാട്ടുകാരായിരിക്കാം. പക്ഷേ തുർക്കി ഭരണകൂടത്തോട്, ചക്രവർത്തിയോട് കൂറ് പുലർത്തുന്ന ആളുകളെ ആയിരിക്കും നിയമിക്കുക. അങ്ങനെ ഇവിടുത്തെ ഗവർണറായി മാറിയ ആളാണ് അലി പാഷ. വളരെ പ്രമുഖനായ, വളരെ പ്രശസ്തനായ, വളരെ കരുത്തുറ്റ, കഴിവുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹമാണ് ഈ പ്രദേശവും ഈ കോട്ടയൊക്കെ പണിതതും ഈ പ്രദേശത്തെ ഈ മട്ടിൽ വലിയൊരു നഗരമാക്കി മാറ്റിയതൊക്കെ. അൽബേനിയയുടെ ഒരു പ്രദേശത്തെ ആകെ ഭരിച്ച ഒരു ഭരണാധികാരിയാണ്. അതിസുന്ദരമാക്കിയിരിക്കുന്നൊരു പ്രദേശം. അതിലൂടെ വണ്ടി ഓടി ചെന്ന് കഴിഞ്ഞാൽ ഈ കോട്ടയുടെ മുമ്പിലേക്ക് എത്തുകയാണ്, ടെപ്ലേനി കോട്ട. ഈ ടെപ്ലേനി കോട്ടയും ഒരു കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളെന്ന് ഭരണാധികാരികൾ മുദ്ര കുത്തിയവരെ, മാധ്യമപ്രവർത്തകരെ, അല്ലെങ്കിൽ എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞവരെ ഒക്കെ ശിക്ഷിച്ച് അവരുടെ ആയുഷ്കാലം മുഴുവൻ തടവിലിട്ടിരുന്ന ഒരു കോട്ട, ഒരു ജയിലറ ആയിരുന്നു. അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ ദൃശ്യങ്ങളൊക്കെ പകർത്തി. അത് കുറേയൊക്കെ പൊളിഞ്ഞു പോയിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ നവീകരിച്ച് നല്ല സുന്ദരമാക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ശേഷം അതിനെ ഒരു സ്മാരകമാക്കി മാറ്റി. അതിൻ്റെ മുറ്റത്ത് മനോഹരമായൊരു സ്ക്വയറാണ്. ഈ സ്ക്വയറിലൊക്കെ കല്ല് വിരിച്ചിരിക്കുകയാണ്. നല്ല തേൻ നിറമുള്ള കല്ല് വിരിച്ചിരിക്കുന്നു. സുന്ദരമായ സ്ക്വയർ. ഈ കോട്ടയുടെ മുമ്പിൽ നിന്നാലും താഴ്വാരത്തെ കാഴ്ചകൾ കാണാം. അങ്ങകലെ കൂടെ നദി ഒഴുകുന്ന കാഴ്ച, മലനിരകൾ. അതിസുന്ദരമായ പ്രദേശമാണ്. നല്ല തണുപ്പ്. നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം താമസിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് സമയം വിശ്രമിക്കാൻ, ഏതാനും ദിവസം അവിടെ താമസിക്കാനൊക്കെ തോന്നുന്ന ഒരു പ്രദേശമാണത്. ഈ ടെപ്ലേനിയുടെ ഈ പറഞ്ഞ സ്ക്വയർ ഉണ്ടല്ലോ, ഈ ഫോർട്ടിൻ്റെ മുമ്പിലുള്ള ഈ സ്ക്വയറിൻ്റെ ഒരു ഭാഗത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട്. അതൊക്കെ 90-കൾക്ക് ശേഷം പണിതാണ്. പക്ഷേ പ്രൗഢമായ, ഗംഭീരമായ ഒരു പള്ളിയാണ്. അതുപോലെ തന്നെ ഈ സ്ക്വയറിൻ്റെ ഓരങ്ങളിൽ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി രൂപം കൊണ്ട നല്ല രസകരമായ കോഫി ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ ഒക്കെ, അവിടെ ചെറിയ ബീറും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ. കുറേ നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. പക്ഷേ ഇനി താമസിക്കാൻ സമയമില്ല. നമുക്കൊരു 4 മണിക്കെങ്കിലും ജിറോക്കാസ്റ്ററിലെത്തണം. ജിറോക്കാസ്റ്ററാണ് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ കാഴ്ചയുടെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ താമസിയാതെ വണ്ടിയിൽ കയറി വീണ്ടും യാത്രയാകുകയാണ്. വീണ്ടും ഈ പറഞ്ഞ പിന്നെയും കുറേ ദൂരം നമ്മൾ ഓടുന്നത് ഈ നദീതീരത്ത് കൂടിയാണ്. അങ്ങനെ കുറേ ദൂരം കൂടി ഓടി നമ്മൾ ജിറോക്കാസ്റ്റർ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് എത്തുകയാണ്. ഈ ജിറോക്കാസ്റ്റർ വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ പോകുന്നത്. കാരണം ഞാനിവിടുന്ന് പഠിക്കുമ്പം അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മലമുകൾ, ഈ മലമുകളിൽ വെള്ള നിറമുള്ള കുറേ കെട്ടിടങ്ങൾ, ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വെളുത്ത ചുവരുകളുള്ള കെട്ടിടം, അതിൻ്റെ മേലെ കറുത്ത മേൽക്കൂര, എല്ലാ കെട്ടിടത്തിനും ഏതാണ്ട് ഒരേപോലെ നിറം, രൂപം, 2-3 നിലയുള്ള കെട്ടിടങ്ങൾ, അത് മലയെ പൊതിഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. ഈ ദൃശ്യം കണ്ട് അതിൻ്റെ ചരിത്രം പഠിച്ചപ്പോഴാണ് ജിറോക്കാസ്റ്റർ ഒരു കാലത്ത് ഇവരുടെ ഏറ്റവും പ്രമുഖമായ സാംസ്കാരിക തലസ്ഥാനമായിരുന്നെന്നും ഇന്നും അവരുടെ ഏറ്റവും വലിയൊരു സാംസ്കാരിക തലസ്ഥാനമാണെന്നൊക്കെ പഠിക്കുന്നത്. പക്ഷേ നമ്മൾ ജിറോക്കാസ്റ്ററിലേക്ക് എത്തുമ്പോൾ കാണുന്നുണ്ടല്ലോ, ആ നഗരത്തിൽ കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. വഴിയരികിൽ മുഴുവൻ പണിത് വെച്ചിരിക്കുന്ന, അടുത്ത കാലത്ത് പണിത ചതുരപ്പെട്ടികൾ പോലെ, കേരളത്തിലേതുപോലെ തന്നെ വൃത്തിയില്ലാത്ത, ഭംഗിയില്ലാത്ത കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ഒരു പട്ടണത്തിലേക്കാണ് ചെല്ലുന്നത്. എനിക്കാകെ നിരാശയായി. അപ്പോൾ ഞാൻ ഈ അലക്സാണ്ട്രോസിൻ്റെ മുഖത്തേക്ക് നോക്കി, ജിറോക്കാസ്റ്റർ ഫോർട്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ കാണിച്ചു, അതായത് ഇനി നമ്മൾ മല കയറിപ്പോണത്രേ. അപ്പോൾ ഹൈവേയിൽ നിന്ന് വണ്ടി തിരിഞ്ഞു. പിന്നെ നമ്മളൊരു മലകയറ്റം തുടങ്ങി. മല കയറി തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ഭാഗം വനമാണ്. അങ്ങോട്ട് മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പടത്തിൽ കണ്ട
അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ കണ്ടു തുടങ്ങി ഓരോന്നോരോന്നായിട്ട്. വെളുത്ത ചുണ്ണാമ്പ് തേച്ച അല്ലെങ്കിൽ കുമ്മായം തേച്ച വെളുത്ത ഭിത്തികൾ, 2 നില, ചിലതിന് 3 നില, നീളൻ ജാലകങ്ങൾ, മുകളിൽ മേൽക്കൂര. കറുത്ത നിറത്തിലിരിക്കാൻ കാര്യം ഈ മേൽക്കൂരയെല്ലാം സ്ലേറ്റ് കല്ലുകൾ കൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത്. ഓടല്ല, ആസ്പെറ്റോസ് അല്ല, ഷീറ്റല്ല, അലുമിനിയം അല്ല, ഒന്നുമല്ല. ഈ പാറയിൽ നിന്ന് ഈ പർവ്വതങ്ങളിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന സ്ലേറ്റ് പാളികൾ കൊണ്ട് മേഞ്ഞതാണ്. നൂറ്റാണ്ടുകളായുള്ള വീടുകളാണ്. ഇന്ന് നമ്മളങ്ങനെ അങ്ങ് പോകുമ്പോൾ ഈ വീടുകളുടെ നിരകളാണ്. പിന്നെ കുറേ ദൂരം ആ കാഴ്ചകളാണ്. എനിക്ക് സന്തോഷമായി, കാരണം നമ്മൾ പ്രതീക്ഷിച്ച ദൃശ്യത്തിലേക്ക് എത്തി. പക്ഷേ അലക്സാണ്ട്രോസ് അവിടെ വണ്ടി നിർത്തിയില്ല, വീണ്ടും മല കയറുകയാണ്. മല കയറി കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് അകലെ മലമുകളിൽ കൂറ്റനൊരു കോട്ട, ഒരു വമ്പൻ കോട്ട, അതിന് വലിയൊരു ഗോപുരം. വണ്ടി ഓടി അതിന് മുമ്പിലേക്ക് ചെല്ലുന്നു. ഇതാണ് ജിറോകാസ്റ്ററിലെ ഫോർട്ട് കോട്ട. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അധികം ടൂറിസ്റ്റുകളില്ല, 1, 2, 3 പേരൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ ഇറങ്ങിത്തുടങ്ങി. 4 മണി കഴിഞ്ഞിരിക്കുന്നു. 4 മണി കഴിയുമ്പോഴത്തേക്ക് നല്ല തണുപ്പായി. വെയിലുള്ളപ്പോഴാണ് ടൂറിസ്റ്റുകൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങുക. ഞാൻ കോട്ടയ്ക്കുള്ളിലേക്ക് കയറി. അതിബൃഹത്തായ കോട്ട, അതിഗംഭീരമായ കോട്ട, അതിപ്രൗഢിയോടെ നിൽക്കുന്ന കോട്ട. ഈ അലിപ്പാഷ ഇതിനെ ഒന്ന് നവീകരിച്ചിരുന്നു അലിപ്പാഷ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ. പക്ഷേ 12-ാം നൂറ്റാണ്ടിൽ മുതൽ ഈ മലമുകളിൽ കോട്ടയുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതിന് ശേഷം എല്ലാ 5 വർഷം കൂടുമ്പോഴും വലിയൊരു സാംസ്കാരിക ഫെസ്റ്റിവൽ നടക്കുന്നൊരു കേന്ദ്രം കൂടെയാണ് ഈ കോട്ട. അങ്ങനെ സാംസ്കാരികമായും ടൂറിസ്റ്റ്പരമായും ടൂറിസത്തിലും ഒക്കെ വലിയ പ്രാധാന്യമുള്ളൊരു കോട്ടയാണ്. അതിൻ്റെ മട്ടുപ്പാവിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ താഴ്വാരം മുഴുവൻ കാണാം. പഴയ നഗരം കാണാം ഒരു ഭാഗത്ത്, അങ്ങ് താഴെ പുതിയ കാലത്തെ വൃത്തിയില്ലാത്ത കെട്ടിടങ്ങൾ നിറഞ്ഞ നഗരഭാഗം കാണാം, മലനിരകൾ, കൊടുമുടികൾ. ഗംഭീരമായ കാഴ്ച, ഗംഭീരമായ അനുഭവം, അതിമനോഹരമായ കാഴ്ച. ആ കോട്ടയുടെ ഇടവഴികളിലൂടെ എല്ലാം ഞാൻ നടന്നു. പലയിടത്തും പീരങ്കികൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. ചിലടത്ത് ഇടുങ്ങിയ വഴികളാണ്, ചിലടത്ത് ഗുഹാവഴികളാണ്, ചിലടത്ത് സെല്ലാറുകൾ പോലത്തെ ഭാഗങ്ങളാണ്. പക്ഷേ ഭംഗിയായി സംരക്ഷിച്ചിരിക്കുന്നു. അതിമനോഹരമായ ഒരു കോട്ട. 1812 അലിപ്പാഷയാണ് ഇന്ന് കാണുന്ന വിധത്തിൽ ഈ കോട്ടയൊക്കെ നവീകരിച്ചത്. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ശേഷം ടൂറിസത്തിൻ്റെ സാധ്യത മുന്നിൽ കണ്ട് ഇപ്പോൾ അതിനെ വീണ്ടും ഒന്ന് നവീകരിച്ചിട്ടുണ്ട്. പക്ഷേ നവീകരിച്ചെങ്കിലും അത് മോഡേണാക്കിയിട്ടില്ല, പുതിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പഴയ രൂപത്തിലും ഭാവത്തിലും പ്രൗഢഗംഭീരമായിട്ട് നിൽക്കുകയാണ്. അത് ചിത്രീകരിച്ചു. താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ നമ്മുടെ അലക്സാണ്ട്രോസ് കാത്തു നിൽക്കുന്നുണ്ട്. കാറിൽ ചെന്ന് കയറി. നമ്മൾ രാവിലെ തയ്യാറാക്കിയ പേപ്പറിലുണ്ട്. ഇനി അടുത്തത് ഓൾഡ് ടൗൺ ആണ്, ജിയോകാസ്റ്ററിൻ്റെ ഓൾഡ് ടൗൺ. അലക്സാണ്ട്രോസിനെ കാണിച്ചു, കൈ കാണിച്ചു, വണ്ടി വിട്ടു, മല ഇറങ്ങുകയാണ്. കുറച്ചങ്ങ് ഇറങ്ങി അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ പഴയ പട്ടണത്തിലേക്ക് എത്തുകയാണ്, ജിറോകാസ്റ്ററിൻ്റെ പഴയ പട്ടണം. ഈ പഴയ പട്ടണത്ത് നിലത്തെല്ലാം കല്ല് വിരിച്ചിരിക്കുകയാണ്, കല്ല് അടുക്കിയിരിക്കുക. ടാറിട്ട റോഡല്ല. പുരാനഗരങ്ങളെല്ലാം അങ്ങനെയാണ്, കല്ല് വിരിക്കുക ചെയ്യുക. ആ കല്ല് ഇച്ചിരി ബമ്പിയാണെങ്കിലും അതിലൂടെ ഓടി ടൗണിൻ്റെ ഒരു ഹൃദയഭാഗത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി. അധികം ടൂറിസ്റ്റുകളൊന്നുമില്ല. ടൂറിസ്റ്റുകളൊക്കെ ഹോട്ടലിലേക്ക്, റെസ്റ്റോറൻറ്റുകളിലേക്കൊക്കെ പോയിരിക്കുന്നു. ഒരു ബിയർ കഴിച്ച് അല്ലെങ്കിൽ ഒരു വൈൻ നുകർന്ന് അവർ റെസ്റ്റോറൻറ്റുകളിൽ ഇരിക്കുന്ന സമയമാണ്. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞല്ലോ ഈ സമയമായപ്പോഴത്തേക്കും. ഇരുട്ട് വീണിട്ടില്ല, പക്ഷേ സൂര്യൻ പയ്യെ ചാഞ്ഞു, നല്ല തണുപ്പായി കഴിഞ്ഞു. ആ തണുപ്പിനൊരു സുഖമുണ്ട്. കടകളൊക്കെ തുറന്നായിരിക്കുന്നത്. സുവനീർ കടകളാണ് കൂടുതലും. കരകൗശല വസ്തുക്കൾ, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, ഷോളുകൾ, പലതരം കമ്പിളിയുടെ വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും വിൽക്കുന്ന കടകൾ. അതിൻ്റെ മുമ്പിലെല്ലാം അത് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഉൾനാടുകളിൽ നിന്ന് ഗ്രാമീണരുണ്ടാക്കുന്ന പലവിധ ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം വിൽക്കുന്ന കടകൾ. ലെയ്സ് നെയ്തെടുത്ത വസ്ത്രങ്ങൾ വിൽക്കുന്നവരുണ്ട്. പിന്നെ പരവതാനികൾ വിൽക്കുന്ന കടകളുണ്ട്. ഈ കടയുടെയൊക്കെ തിണ്ണകളിൽ ഇങ്ങനെ ചെറിയ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുന്ന നാട്ടുകാരുണ്ട്. ഈ കാഴ്ചകളെല്ലാം ഞാൻ ചിത്രീകരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അതിമനോഹരമായ റെസ്റ്റോറൻറ്റ്. അതിൻ്റെ നിർമ്മാണ ശൈലി തന്നെ നമ്മളെ ആകർഷിക്കും. അതിനൊരു നല്ല മട്ടുപ്പാവുണ്ട്. ആ മട്ടുപ്പാവ് കയറുന്നാൽ ഈ താഴേക്കുള്ള പട്ടണത്തിൻ്റെ കാഴ്ച, അങ്ങകലെയുള്ള മലനിരകൾ, ഈ പ്രദേശത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കിട്ടും. കേദ്ര എന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പേര്, കേദ്ര റെസ്റ്റോറൻറ്റ്. ഈ കേദ്ര റെസ്റ്റോറൻറ്റ് മുമ്പിൽ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അലക്സാണ്ട്രോസ് വന്ന് വിളിച്ചു, കഫേ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കൊരു കാപ്പി കുടിക്കണം. ഞാനും വിചാരിച്ചു ഒരു കാപ്പി കുടിക്കേണ്ട സമയമാണ്. നല്ല തണുപ്പ്, സുന്ദരമായ അന്തരീക്ഷം. ഈ ഓൾഡ് ടൗണിൽ താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതൊന്നും നമുക്കിവിടെ ഹോട്ടലുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മളിന്ന് സറാണ്ടയിലാണ് താമസത്തിൻ്റെ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് ഇനിയും ഏതാണ്ട് 1-2 മണിക്കൂർ ഓടണം. സാരമില്ല, അവിടെ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ കേദ്ര എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നു. ഒരു കോഫി ഓർഡർ ചെയ്യുന്നു. ഈ ഓർഡർ എടുക്കാൻ വന്ന പയ്യൻ്റെ അടുത്ത് അലക്സാണ്ട്രോസ് എന്തൊക്കെ ഇവരുടെ ഭാഷ പറയുന്നു. കുറച്ചേറെ നേരം സംസാരിക്കുന്നു. ഇതെന്താണോ, ഇയാൾ കാപ്പി എടുക്കാൻ പോകുന്നില്ല, ഇയാൾ കഥ പറയുക. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ കാപ്പി ഓർഡർ എടുക്കാൻ വന്ന ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കില്ലേ? ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, യെസ്, നിങ്ങളുടെ സുഹൃത്തിന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത്, ഈ ജിറോകാസ്റ്ററിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്. ഈ ജിറോകാസ്റ്റർ പട്ടണത്തോട് ചേർന്നുള്ളൊരു ചെറിയൊരു ഗ്രാമത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്ന് സറാണ്ടയിലേക്ക് പോവാതെ
ഇവിടെ താമസിച്ചുകൂടെ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, അലക്സാണ്ട്രോസിന് ഇന്നിവിടെ താമസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ, തറവാട്ടിൽ പോയി താമസിക്കാം. അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾക്കും താമസിക്കാം. അതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ അന്ന് ആശങ്കപ്പെട്ടു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ സൗകര്യം, അല്ലെങ്കിൽ അവിടുത്തെ അസൗകര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്കുണ്ടാകാവുന്ന അസൗകര്യം, ഇതൊക്കെ നമ്മളിപ്പോൾ ഓടിയങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഈ തറവാട്ടിൽ താമസിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുമോ? എനിക്കൊരാശങ്കയായിരുന്നു. എങ്കിലും ഇച്ചിരി നേരം ആലോചിച്ചിട്ട് ഞാൻ ചിന്തിച്ചു, ഈ ഒരു ഗ്രാമീണൻ്റെ, ഈ നാട്ടുകാരൻ്റെ ഒരു വീട്ടിൽ താമസിക്കാൻ കിട്ടുന്ന അവസരം ഏതായാലും കളയണ്ട. മാത്രമല്ല മറ്റൊരു അനുഭവമല്ലേ ഇത്, അവരെയൊക്കെ പരിചയപ്പെടാം. ഞാനപ്പോൾ പറഞ്ഞു യെസ്, എനിക്ക് വിരോധമില്ല. കാപ്പി വന്നു, കാപ്പി കുടിച്ചു. അലക്സാണ്ട്രോസിന് പതിവില്ലാത്ത സന്തോഷം, വലിയ ആവേശം. അദ്ദേഹം എന്നെ ഇനി അദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഞങ്ങൾ അവിടുന്ന് കാറേ കയറി മലയിറങ്ങി ഈ ജുറോക്കാസ്റ്റർ പട്ടണത്തിൻ്റെ പുതിയ ഭാഗങ്ങൾ പിന്നിട്ട് ഒരു ചെറിയ കുന്ന് കയറി നമ്മൾ, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ആ പട്ടണത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ദർവീഷൻ എന്നാണ് ആ ഭാഗം അറിയപ്പെടുന്നത്. ഈ ദർവീഷനിലേക്ക് ചെല്ലുന്നു. ദർവീഷനിൽ ഒരു തെരുവിലൂടെ കുറേ ദൂരം ഓടി. ആ തെരുവിൻ്റെ ഒരു ഭാഗത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തി. ഒരു ഹോണടിച്ചു. ഹോണടിച്ചപ്പോഴത്തേക്കും റോഡിൻ്റെ മറ്റേ സൈഡിലുള്ള ഒരു കട, ഒരു റെസ്റ്റോറൻറ്റാണ്, ഒരു ചെറിയ റെസ്റ്റോറൻറ്റാണ്. 2 നിലയുള്ളൊരു കെട്ടിടം, അതിൻ്റെ താഴത്തെ നില റെസ്റ്റോറൻറ്റാണ്. അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ, കൊച്ചു പയ്യൻ ഇറങ്ങി വരുന്നു, ഓടി വരുന്നു. അപ്പോഴത്തേക്കും അലക്സാണ്ട്രോസ് കാറിൻ്റെ ഗ്ലാസ് താത്തി. ഈ പയ്യൻ ഈ ഗ്ലാസ്സിനകത്തൂടെ, അല്ലെങ്കിൽ ഈ വിൻഡോയ്ക്കകത്തൂടെ തല അകത്തേക്ക് ഇട്ടിട്ട് ഈ അലക്സാണ്ട്രോസിന് 2-3 ഉമ്മ കൊടുക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. ഈ റെസ്റ്റോറൻറ്റ് അവരുടേതാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഇവരുടെ കുടുംബം താമസിക്കുന്നത്. അലക്സാണ്ട്രോസിൻ്റെ സഹോദരിയും മക്കളും ഒക്കെയാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഈ വന്ന് ഉമ്മ കൊടുത്തത്. അവർ കുറേ നേരം സംസാരിച്ചു. അത് ഈ പയ്യന് ഇംഗ്ലീഷ് അറിയാം. പുതിയ തലമുറയെ പലർക്കും ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ വീട്. എൻ്റെ അമ്മ വന്നിട്ടില്ല. അമ്മ പോസ്റ്റ് ഓഫീസിലാണ് ജോലി. അവർക്ക് രാത്രി വൈകും അവർ ജോലി കഴിഞ്ഞ് വരാൻ. അപ്പോൾ അങ്കിള് പറഞ്ഞു കാണുമല്ലോ ഇവിടെ താമസിക്കാമെന്ന്. പക്ഷേ എൻ്റെ ബ്രദറും ഞാനും പഠിക്കുന്നത് ടിറാനയിലായിരുന്നു. ഞങ്ങളിപ്പോൾ 2 ദിവസമായുള്ളൂ വന്നിട്ട്. അപ്പം ഞങ്ങളും ഉണ്ട്, കുടുംബവും ഉണ്ട്. ഇപ്പോൾ അമ്മാവനും കൂടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്കൂടെ താമസിക്കാനുള്ള സൗകര്യം വീട്ടിലില്ല. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ഹോട്ടൽ ടൗണിൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് അവിടെ മുറി ശരിയാക്കി തരാം, അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോയി വിടാം. ഞാൻ പറഞ്ഞു ശരി, അത് മതി. അപ്പം വീട്ടിനകത്ത് പോയി ചിത്രീകരിക്കാനുള്ളൊരു സൗകര്യം ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. ഇനി സഹോദരി വരുന്നവരെ കാത്തു നിൽക്കുകയും വേണം. കുറച്ച് നേരം കാത്തു നിന്നു. അലക്സാണ്ട്രോസ് ഫോൺ ചെയ്തു സഹോദരിയെ. സഹോദരി പറഞ്ഞു കുറച്ച് സമയം കൂടെ എടുക്കുന്നു, എന്തോ ഡ്യൂട്ടി കൂടുതലുണ്ട്, രാത്രി ഒരു 8:30 കഴിയും. അപ്പോൾ അലക്സാണ്ട്രോസ് ഈ മരുമകനോ വഴി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ കൊണ്ടുപോയി ഹോട്ടലിലാക്കാം, എന്നിട്ട് നാളെ രാവിലെ വന്ന് സഹോദരിയെയും ഒക്കെ കാണാം, അത് മതിയോ? ഞാൻ പറഞ്ഞു അതാണെങ്കിലും മതി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ഹോട്ടലുണ്ടോ? പിന്നെ ജുറോക്കാസ്റ്ററിൽ നല്ല ധാരാളം ഹോട്ടലുകളുണ്ട്, നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഹോട്ടലുണ്ട്, അവിടേക്കാക്കാം. ശരി, അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ മരുമകൻ കടയുടെ മുമ്പിൽ കാത്തു നിൽക്കുന്നു. ഇതാ ഉടനെ വരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ കാറെടുത്തുന്നു. അതായത് നമ്മുടെ അലക്സാണ്ട്രോസ് കാറെടുത്തു. ഞങ്ങൾ അവിടുന്ന് പോന്നു. ജുറോക്കാസ്റ്റർ അത് വളരെ അടുത്ത 1-2 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് പട്ടണത്തിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നു. ഈ ജുറോക്കാസ്റ്ററിൻ്റെ പുതിയ നഗരഭാഗത്തെ ഒരു സ്ട്രീറ്റിൽ കൊണ്ടുപോയി നിർത്തി. ഒരു മെഡിക്കൽ സ്റ്റോറിന് മുമ്പിലാണ് കൊണ്ടുപോയി നിർത്തുന്നത്. ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങി വന്ന് ഈ അലക്സാണ്ട്രോസിനോട് കുറേ കഥകളൊക്കെ പറയുന്നു, എന്തൊക്കെയോ പറയുന്നു. വലിയ സ്നേഹപൂർവ്വം, കണ്ടിട്ട് ഒത്തിരി കാലമായ ഒരു ചിരകാല സുഹൃത്തിനെ പോലെ വർത്തമാനമൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് അലക്സാണ്ട്രോസ് പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ എന്താ ചെയ്യാനാണെന്ന് എനിക്ക് ആദ്യം സംശയമായി. പിന്നെ എന്നെയും കൂട്ടി പയ്യ തെരുവോരത്തൂടെ പയ്യെ നടന്നു. ബാഗ് എടുത്തു. ബാഗ് അലക്സാണ്ട്രോസ് ആദ്യം എടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഡ്രീംസ് എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. ഈ ഡ്രീംസ് ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ബോർഡൊക്കെ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഒരാൾ വന്നു. അത് ഈ മെഡിക്കൽ സ്റ്റോറിലിരുന്ന സ്ത്രീയുടെ ഭർത്താവാണ്. അതൊക്കെ പിന്നീട് മനസ്സിലായതാണ്. അദ്ദേഹം വന്ന് എന്നെ സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം. അദ്ദേഹം ഈ ഹോട്ടൽ നടത്തുകയാണ്, തന്നെയല്ല ടൂറിസം ഇൻഡസ്ട്രിയിലാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങളൊരു പുതിയ ഹോട്ടൽ ആരംഭിച്ചതാണ്, അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, പണി പൂർത്തിയായി കിടക്കുന്നതേ ഉള്ളൂ, ചില മുറികളൊക്കെ ഇനിയും പണി തീരാനുമുണ്ട്. അലക്സാണ്ട്രോസ് എൻ്റെ ബാല്യകാല സുഹൃത്താണ്, ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് ഇവിടെ. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്ത് എൻ്റെ സുഹൃത്താണ്. ഇന്ന് നിങ്ങൾ എൻ്റെ ഹോട്ടലിലാണ് താമസിക്കുന്നത്, ബ്രാൻഡ് ന്യൂ ഹോട്ടൽ. ഈ ഹോട്ടലിൻ്റെ ചരിത്ര ദിവസമാണ് ഇന്ന്. കാരണം ഒരു ഇന്ത്യക്കാരൻ ആണ് എൻ്റെ ഹോട്ടലിലെ ആദ്യത്തെ അതിഥി. ഇതും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ നടത്തുകയാണ്. എന്നിട്ട് ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ബ്രാൻഡ് ന്യൂ ഫ്രഷ് പെയിൻറ്റിൻ്റെയൊക്കെ ചെറിയ മണമുണ്ട്. ഒരാൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ഹോട്ടൽ മുറിക്കകത്തേക്ക് ഞാൻ കയറുകയാണ്. അൽബേനിയയിലെ ജുറോക്കാസ്റ്റർ എന്ന ആ നഗരത്തിലെ
ഒരു 3 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉദ്ഘാടകനായിട്ട് അന്ന് രാത്രി ഞാനവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.